ONVയും ശബരിഗിരിയും. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയും മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പുമായി എന്താണ് ബന്ധമുള്ളത്? സക്കീർ സ്റ്റോറീസിന്റെ 22ാം എപ്പിസോഡിൽ നമുക്ക് അതൊന്ന് പരിശോധിച്ചു പോകാം. 1963 അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഭക്ര നങ്കൽ അണക്കെട്ടുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു പ്രസ്താവന നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാകുമല്ലോ. ആധുനിക ഭാരതത്തിന്റെ ക്ഷേത്രങ്ങൾ ഇനി അണക്കെട്ടുകളാണെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇക്കാലത്തെ ഏറ്റവും വലിയ അമ്പലവും പള്ളിയും ഗുരുദ്വാരയും എല്ലാം ജനങ്ങളുടെ ഉന്നമനത്തിനായി മനുഷ്യൻ അധ്വാനിച്ച് നിർമ്മിക്കുന്ന ഇത്തരം നിർമ്മിതികളാണ്. ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് തൊഴിലാളികൾ തങ്ങളുടെ വിയർപ്പും ചോരയും ചീന്തി അധ്വാനിക്കുന്ന ഈ സ്ഥലത്തേക്കാൾ മഹത്തരമായ ഏത് സ്ഥലമാണ് ഇന്ത്യയിലുള്ളത്? ഇതിനേക്കാൾ മഹത്തായതും വിശുദ്ധമായതുമായ ഏതു സ്ഥലമാണുള്ളത്? 1967 കേരളത്തിലെ അന്നത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ശബരിഗിരി പദ്ധതി കമ്മീഷൻ ചെയ്യുകയുണ്ടായി. ആ സന്തോഷവേളയിൽ മലയാളത്തിന്റെ പ്രിയ കവിയായ ONV കുറുപ്പ് സാറും ഭാഗവാക്കായി. ആ പദ്ധതി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച സ്മരണികയിൽ അദ്ദേഹത്തിന്റെ ഒരു കവിത കൂടി ഉണ്ടായി. ആ കവിതയുടെ പേര് വരവേൽക്കുക നവഭാരത പുരുഷനെ എന്നായി. എൻ്റെ പ്രിയ സുഹൃത്ത് KSEBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായ ശ്രീ KC ബൈജു ആണ് ONV സാറിന്റെ വരികൾ ആലപിക്കുന്നത്. ജീവനക്കാർക്കും KSEBയ്ക്കും പ്രയോജനപ്രദങ്ങളായ നിരവധി ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ശ്രീ ബൈജു KSEBയുടെ കീഴിലുള്ള MIDEA മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഫോർ ഇന്നോവേറ്റീവ് ഡിവൈസസ് എക്യുപ്മെന്റ് ആൻഡ് ആക്സസറീസ് എന്ന ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. നമുക്ക് കവിത കേൾക്കാം. വനദേവതമാരേ, ശബരിഗിരിയുടെ വളർമുറ്റത്തുമോണപ്പൂക്കളമൊരുക്കുവിൻ. വനദേവതമാരേ, ശബരിഗിരിയുടെ വളർമുറ്റത്തുമോണപ്പൂക്കളമൊരുക്കുവിൻ. വരവേൽക്കുക നവഭാരത പുരുഷനെ, വരദാനത്തിനില്ല താമസമിനി. നോക്കൂ, 1000 കരങ്ങളാലായ സബലമുള്ളൊരായിരം കരങ്ങളാൽ എഴുതുമിതിഹാസം. കാൺമൂ നാം നാനാനദി സൈകതങ്ങളിൽ ശ്യാമകാനന ശ്രീ തന്നന്തപുര ചത്വരങ്ങളിൽ. ഇവിടെ വിരിയുന്നു മധുര പ്രതീക്ഷകൾ, ഇവിടെ വിരിയുന്നു മധുര പ്രതീക്ഷകൾ. നവമാമൊരു രാഷ്ട്രശില്പ ഭംഗിയെപ്പറ്റി, നവമാമൊരു ജനജീവിതത്തിനെപ്പറ്റി, നവമാമൈശ്വര്യത്തിനുത്സവങ്ങളെപ്പറ്റി. 1000 കരങ്ങൾ തന്നുത്സാഹ പ്രകർഷങ്ങൾ ആനയിക്കുന്നു, വീണ്ടും ആനയിക്കുന്നു മണ്ണിൽ. 1000 താലങ്ങളിൽ താമര ഇതൾ പോൽ നിന്നാളുന്ന മന്ദസ്മേര സുന്ദര പ്രകാശത്തെ. 1000 താലങ്ങളിൽ താമര ഇതൾ പോൽ നിന്നാളുന്ന മന്ദസ്മേര സുന്ദര പ്രകാശത്തെ. ഏകദേശം 60 വർഷം മുമ്പ് എഴുതപ്പെട്ട ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.